നമസ്കാരം, ഞാൻ നുസ്രത് ജഹാൻ. സെക്യുലറിസം, ഡെമോക്രസി എന്നൊക്കെ പറഞ്ഞ് വാദവരാതെ സംസാരിച്ച് പ്രധാനമന്ത്രിനെ പോലും വിമർശിക്കുന്ന ഇവിടുത്തെ ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം രണ്ട് മുസ്ലിങ്ങൾ തമ്മിൽ കാണുകയാണെങ്കിൽ അസ്സലാം അലൈക്കും എന്ന് പറഞ്ഞാണ് അവരെ വെൽക്കം ചെയ്യണേ അല്ലെങ്കിൽ ആശീർവദിക്കണത്. അപ്പൊ അവനൊരു വിശുദ്ധനായ മുസ്ലിമായിട്ട് പറയപ്പെടും. രണ്ട് ക്രിസ്ത്യാനികൾ മുമ്പിലോ ഒരു അച്ഛനെ കാണുമ്പോ ആള് കാണുമ്പോ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എല്ലാം പറഞ്ഞിട്ടുള്ള ഹല്ലേലൂയ അതൊക്കെ സത്യ ക്രിസ്ത്യാനിക്കുള്ളത്. അതിന് ഒരു വിരോധമില്ല. പക്ഷെ ഭാരതത്തിൽ ജനിച്ചു വളർന്ന ഒരു ഭാരതീയനായ ഹിന്ദു അവൻ ജയ് ശ്രീറാം എന്ന് മറ്റവനോട് പറയുമ്പോഴത്തേക്കും അത് വർഗീയത. അവന് കാവിക്കൊടി പിടിച്ചവൻ, അവന് മനുഷ്യനെ കൊല്ലാൻ വരുന്നവന്, ഈ വിധത്തില് ഓറഞ്ച് കളറിനോടുള്ള പോലെ കാവി കളർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യൂസ് ചെയ്യാം. അത് ഏറ്റവും നല്ലൊരു കളറായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളൊക്കെ ഓരോ കളേഴ്സിനുണ്ട്. നമ്മൾ നല്ല ബ്രൈറ്റ് ആയിട്ട് തോന്നും, എനർജി തോന്നുന്ന ഒരു കളറാ. ആ കാവി കളർ ഇട്ടാൽ പോലും വർഗീയവാദി അല്ലെങ്കിൽ മറ്റുള്ളവരെ എന്തെങ്കിലും ചെയ്യാൻ വരുന്നത് എന്നുള്ള പറയും. അപ്പൊ ഈ ഒരു സെക്യുലർ രാജ്യത്ത് എന്തുകൊണ്ട് ഒരു ഹിന്ദുവിനോ ഒരു ഭാരതീയനോ ഹരേ കൃഷ്ണ എന്നോ ജയ് ശ്രീറാം എന്നോ പറഞ്ഞാല് അതിനെന്താ തെറ്റ്? ഇവർക്കൊക്കെ പറയുമ്പോ അവൻ വിശുദ്ധനല്ല. ഹിന്ദു മാത്രം വിശുദ്ധിയുള്ളവരല്ല. ഹിന്ദു എന്ന് പറഞ്ഞാല് എല്ലാവർക്കും ഒരു പ്രയാസം. ചെറുപ്പകാലം കൊട്ടേ കേൾക്കുന്ന ഒരു കാര്യം അത്. അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ സത്യങ്ങൾ അന്വേഷിച്ച് ഞാനൊക്കെ പോയത്. അപ്പൊ എന്താണെന്നുള്ള മനസ്സിലായപ്പോഴാണ് ഭാരതീയ സംസ്കാരത്തിലെ ഈ സംസ്കാരവും ഭാരതം എന്തായിരുന്നു, ഹിന്ദു എന്ന് പറഞ്ഞ ഈ ഭാരതത്തിൽ ജനിച്ചവര് നമ്മളെ പൂർവികര് കഥകൾ പറയാന്നുള്ള. അപ്പൊ കഥകൾ പറയുന്ന അതിലൊക്കെ വരുന്ന വിശ്വാസങ്ങളും ആത്മീയതയും ഭാരതത്തിന്റെ അത്ര ആത്മീയത ഉള്ള ഒരു ലോകം വേറെ എവിടെയില്ല. ആത്മീയതക്ക് കോസ്മിക് പവറിനെ പറ്റി പോലും ഭാരതത്തിലെ സനാതനധർമ്മത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് സയന്റിഫിക്കലായിട്ട് വന്നപ്പോ നിങ്ങൾക്കത് മിത്തായി. അതിന്റെ മുമ്പേ അത് പറഞ്ഞപ്പോ ഇവിടെ അത് കഥകളായി. ഇതന്നെയാണ് സംഭവിക്കുന്നത്. അപ്പോ ജയ് ശ്രീറാം പറഞ്ഞാല് അവൻ വർഗീയവാദിയാവുന്നത് എങ്ങനെയെന്നുള്ള ഉത്തരം ഇവിടെ അടിയിൽ വന്ന് പറയാ. എന്തായാലും തെറി വിളിക്കാൻ വരുന്നുണ്ടല്ലോ, അവനും പറയാ. ഓക്കെ, താങ്ക് യു.